വേർഡിൽ ഉപയോഗിക്കപ്പെടുന്ന നമ്പറിംഗ് ആൻഡ് ബുള്ളറ്റിംഗ് എന്ന സംവിധാനത്തിൻ്റെ കീബോർഡ് പതിപ്പാണ്, അല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ഞാനൊരു പുതിയ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾക്കിവിടെ നമ്പറിംഗ് ആൻഡ് ബുള്ളറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒന്നുകിൽ ഐറ്റം സെലക്ട് ചെയ്ത് കീബോർഡിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്പറിംഗ് ആൻഡ് ബുള്ളറ്റിംഗ് കൊടുക്കും. അതല്ലെങ്കിൽ നമ്പറിംഗ് ബുള്ളറ്റിംഗ് കൊടുത്തതിന് ശേഷം ടൈപ്പ് ചെയ്ത് തുടങ്ങും. ഇനി കീബോർഡ് ഉപയോഗിച്ചിട്ട് ഇത് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്പറിംഗ് തുടങ്ങാനായിട്ട് 1, 2, 3 എന്നുള്ള നമ്പറിംഗ് തുടങ്ങാനായിട്ട് കീബോർഡിൽ 1 പ്രസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് പ്രസ് ചെയ്യുക, സ്പേസ് ബാർ അടിക്കുക. അപ്പോൾ നമ്പറിംഗ് സ്റ്റാർട്ടായി. ഇനി നമുക്കിവിടെ ഐറ്റം കൊടുക്കാം. ഓരോ തവണ എൻ്റർ പ്രസ് ചെയ്യുമ്പോഴും അടുത്ത തവണ അടുത്ത നമ്പർ വരുന്നതാണ്. കണ്ടോ? ഇനി 4 ഐറ്റമേ ഉള്ളൂ, 5ാമത്തെ ഒരു ഐറ്റം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു തവണ കൂടി എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നും ടൈപ്പ് ചെയ്യാതെ ഒരു തവണ കൂടി എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പായി. ഇനി തീർച്ചയായിട്ടും നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചുകൊണ്ട് എൻ്റർ പ്രസ് ചെയ്തിട്ട് ഐറ്റം തുടരാനായിട്ട് സാധിക്കും. ഇനി 5ന് ഒരു സബ് പോയിൻ്റ് ആണ് വേണ്ടതെങ്കിലോ, അതായത് 5ൻ്റെ സബ് പോയിൻറ്റിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നും ടൈപ്പ് ചെയ്യാത്ത അവസ്ഥയിൽ 6ൽ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് ടാബ് കീ പ്രസ് ചെയ്യാം. അപ്പോൾ 5ൻ്റെ സബ് പോയിൻ്റ് വരും. ഓരോ തവണ എൻ്റർ പ്രസ് ചെയ്യുമ്പോഴും അടുത്ത അതിലേക്ക് പോകും. അടുത്ത ലൈനിലേക്ക് വരണം എന്നാൽ എന്താ പറയുക, ഡി എന്നുള്ളത് ഇ ആവരുത് എന്ന് ആവശ്യമാണെങ്കിൽ, ഇപ്പോൾ അടുത്ത ലൈനിലേക്ക് നമുക്ക് വരണം എന്നാൽ അത് ഡി ഇ ആവരുത്. സാധാരണഗതിയിൽ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇ ആവുന്നുണ്ട്. അത് ഇ ആവാതെ തന്നെ നമുക്ക് അടുത്ത ലൈനിലേക്ക് വരാനായിട്ട് എൻ്റർ മാത്രം പ്രസ് ചെയ്യുന്നതിന് പകരം ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്പറിങ് ഇല്ലാതെ തന്നെ അടുത്ത ലൈനിലേക്ക് വരാം. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോയിൻ്റ് തുടങ്ങാം. കണ്ടോ? ഇനിയും നമുക്ക് സബ് പോയിൻ്റുകൾ തുടങ്ങാനായിട്ട് സാധിക്കും. കണ്ടോ? ഇനി അവസാനിപ്പിക്കാം. ഓരോ തവണ എൻ്റർ പ്രസ് ചെയ്യുമ്പോഴും മുന്നോട്ടുള്ള ഓരോ ലെവലിലും നമുക്ക് തിരിച്ചു പോകാനും അത് തുടർന്ന് ടൈപ്പ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഇനി മറ്റ് ഓപ്ഷനുകളിലേക്ക് പോകാം. നമുക്ക് വേണ്ടത് ABCD ആണെങ്കിൽ എ എന്ന് പ്രസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് പ്രസ് ചെയ്യുക, സ്പേസ് ബാർ അടിക്കുക. ഇനി നമുക്ക് എൻ്റർ പ്രസ് ചെയ്യുന്നതിലൂടെ ABCD എന്ന് വരും. റോമൻ ടൈപ്പാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും I എന്ന് പ്രസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് പ്രസ് ചെയ്യുക, സ്പേസ് ബാർ അടിക്കുക. അപ്പോൾ റോമൻ ടൈപ്പായിട്ട് വരും. മറ്റൊരു സംഗതി കൂടി ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വേണ്ടത് ബുള്ളറ്റിംഗ് ആണെങ്കിലോ, ബുള്ളറ്റിങ്ങിനാണെങ്കിൽ സ്റ്റാർ പ്രസ് ചെയ്യുക, സ്പേസ് ബാർ അടിക്കുക. ഇത്തവണ ഫുൾ സ്റ്റോപ്പ് വേണ്ട, സ്പേസ് ബാർ അടിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക? കണ്ടോ? നമുക്ക് ആവശ്യാനുസരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാബ് ഉപയോഗിച്ചുകൊണ്ട് സബ് പോയിൻ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് മുൻപുള്ള ലെവലിലേക്ക് വരുവാനും കൂടുതൽ ടൈപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. പരിശോധിച്ച് നോക്കുക നമ്പറിംഗ് ആൻഡ് ബുള്ളറ്റിംഗ്.